ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹോയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചക്കയായിട്ടോ കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട ഒരു സാധനമാണ്. പിന്നെ ഞാൻ എൻ്റേതായ കുറച്ച് ഇമ്പ്രവൈസേഷനൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക എടുത്തു. നമ്മൾ ചക്ക ഇങ്ങനെ നമ്മളൊരു നീളത്തിലോ എങ്ങനെയായാലും നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചിരി കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പം ചക്ക ഞാൻ അരിയുന്നുമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നുമുണ്ട്. മാക്സിമം നമ്മൾ മിച്ചം പിടിച്ച ചക്ക ഇത്രേ വന്നുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഏത് പഴമാണോ, ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏത്തപ്പഴം എടുക്കണമെങ്കിൽ ഏത്തപ്പഴം എടുക്കാം, നോർമൽ പഴം എടുക്കണമെങ്കിൽ നോർമൽ പഴം എടുക്കാം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇറ്റ്സ് നമ്മുടെ തീരുമാനം അനുസരിച്ച്. അപ്പം ചക്കയും പഴവും നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് അരിഞ്ഞ് മാറ്റുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു പാൻ എടുക്കുക. പാൻ ചൂടാക്കി നമ്മുടെ നമ്പീഷൻ മാക്സിമം നമ്മൾ ഗീ ഉപയോഗിക്കാൻ നോക്കുക. എന്നാലും അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് തന്നെ ഈ ചൂടാകുമ്പം തന്നെ ഒരു മണമുണ്ടല്ലോ, ആ മണം. അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. സോ നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ചക്കയും നമ്മുടെ പഴവും കൂടെ ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ച ഇതൊക്കെ മാറിയിട്ട് ഇങ്ങനെ വഴണ്ട് വരും. ആ പരുവം വരെ നമ്മളൊന്ന് വഴറ്റണം. മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യണം ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ആ ഒരു നെയ്യിൻ്റെ മണവും കൂടി വരുമ്പോഴത്തേക്ക് മാജിക്കാണ്. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ച് തേങ്ങാപ്പാൽ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ശർക്കര കുറച്ച് അരിഞ്ഞ്, ഷുഗറിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ. ഇത് കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ആ ശർക്കരയിൽ കിടന്ന് അത് ഉരുകി, ശർക്കര ഒഴുകി അതിനകത്ത് പിടിച്ച്, പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഒരു 2-3 ഏലക്കയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടി എടുക്കാം. ഇനിയാണ് നമ്മുടെ അടുത്ത മെയിൻ സംഭവം ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്, നമ്മുടെ തേങ്ങാപ്പാൽ. സോ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ സാധാരണ നമ്മുടെ പശുവും പാലുണ്ടാക്കിയായിരുന്നേ. പക്ഷേ ആ സമയം ഈ പിരിപിരാന്നായിപ്പോയി. പിന്നെയാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്, ചക്കയുടെ കൂടെ തേങ്ങാപ്പാൽ ആണ് ഏറ്റവും ഉചിതമെന്ന്. പക്ഷേ എനിക്ക് മറ്റേത്, ഞാൻ നോർമലി എല്ലാ പായസത്തിനും മറ്റേത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ എങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷേ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് കൊള്ളാം. അതിനകത്തോട്ട് നമ്മൾ നെയ്യ് ചൂടാക്കി നമ്മുടെ സാധാ കാഷ്യൂനട്ടും കിസ്മിസും മുന്തിരി അതെല്ലാം കൂടെ നമ്മളൊന്ന് ചൂടാക്കി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ചക്ക പായസത്തിൻ്റെ വിശേഷം. ഇതിന് പായസം എന്ന് പറയുമോ, വഴട്ടിയതെന്ന് പറയുമോ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുക. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുക. അടിപൊളി.